ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് AI. അതുപോലെ തന്നെ ക്രൈമുകൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് AI ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? അത് AI എങ്ങനെയാണ് ഇടപെടുക? അതിനെ കുറിച്ചൊരു ഉത്തരം. തീർച്ചയായിട്ടും AI ഇതെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും. ലോകത്ത് ക്രൈമും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾക്ക് തരാൻ പോകുന്നത് നല്ല ആരോഗ്യം, ഏറ്റവും നല്ല ആരോഗ്യം, സന്തോഷവുമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുപോകും. എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ജീവിതം AI തരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് രോഗങ്ങൾ രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്ന് ജനറ്റിക്, പാരമ്പര്യ രോഗങ്ങൾ, എപ്പിജനറ്റിക്, രണ്ട് ജീവിതശൈലി രോഗങ്ങൾ. നമുക്ക് പാരമ്പര്യ രോഗങ്ങളെ എല്ലാം തന്നെ ജീൻ എഡിറ്റിങ്ങിലൂടെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഇതിന് ഞങ്ങൾ എക്ടോ ലൈഫ് എന്ന് പറയുന്നത്, നിങ്ങൾ വീഡിയോ നോക്കിയാൽ ഒരു എക്ടോ ലൈഫ്, ജീനുകളെ എഡിറ്റ് ചെയ്ത് പാരമ്പര്യം നമുക്ക് ജനറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബേബിയെ ഡിസൈൻ ചെയ്യാം. ഭാവിയിൽ എല്ലാം ഡിസൈനേഴ്സ് ബേബി ആയിരിക്കും ഉണ്ടാവുന്നത്. ജനറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ പാരമ്പര്യ രോഗത്തിൽ നിന്ന് നമുക്ക് പോകും. രണ്ടാമത്തത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് ഭക്ഷണത്തിലൂടെയാണ്. നമുക്ക് 7% മാത്രമാണ് പാരമ്പര്യ രോഗങ്ങൾ, 93% വരുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ഇത് പ്രധാനമായിട്ടും വരുന്നത് ഭക്ഷണത്തിലാണ്. ഈ ഭക്ഷണം എന്താണ് നമുക്ക് വേണ്ടത്? നമ്മൾ ജനറ്റിക്കലി നമ്മൾ എല്ലാവരും യുണീക്കാണ്. ഇപ്പൊ നമ്മൾ വൺ സൈസ് ഫിറ്റ്സ് ഫോർ ഓൾ ഫുഡാണ് കഴിക്കുന്നത്. നമ്മളൊരു വീട്ടില് എല്ലാവർക്കും കൂടിയുള്ള ഒരു ഫുഡാണ് ഉണ്ടാക്കുക. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ഫുഡുകളും നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഫ്യൂച്ചറിൽ. ഇപ്പൊ നമ്മളുടെ ഹ്യൂമനോയിഡ് റോബോട്ടിന് നമ്മൾ വന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ ഓർഗണും എത്ര കാലം നിൽക്കും അതിനറിയാം. അപ്പൊ നമ്മൾക്ക് വേണ്ട, നമ്മളെ ഓരോ വ്യക്തികൾക്കും വേണ്ട ഫുഡ് ആരുണ്ടാക്കി തരും? ഇത് ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമ്മൾ പ്രഡിക്ഷൻ അനുസരിച്ച് ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ള മിനിമം 125, ഒരുപക്ഷെ പറയുന്നത് സയൻസ് പറയുന്നത് 500-1000 വർഷങ്ങളൊക്കെ ജീവിക്കുമെന്നാണ്. ലൈഫ് സ്പാൻ അല്ല, ഹെൽത്ത് സ്പാൻ ആണ് പറയുന്നത്. എന്താണ് ലൈഫ് സ്പാൻ എന്ന് ചോദിച്ചാൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഹെൽത്ത് സ്പാൻ എന്ന് പറയുന്നത് എത്ര ക്വാളിറ്റി ഉള്ള ജീവിതകാലം, അതായത് വയസ്സ് സമയത്ത് നമ്മൾ ഒരു 100 വയസ്സിൽ 25ന്റെ ചുറുചുറുക്കോട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കും. അതായത് നല്ല ആരോഗ്യമുള്ള കാലഘട്ടം. ഇനി ക്രൈമിന്റെ കാര്യം പറഞ്ഞാൽ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്രൈം ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ ടെക്നോളജിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾ ചൈനയിൽ നോക്കിയാൽ സോഷ്യൽ ക്രെഡിറ്റിംഗ്, ഇസ്രായേൽ നോക്കിയാൽ സോഷ്യൽ ക്രെഡിറ്റിംഗ് സിസ്റ്റം. നിങ്ങൾ ചെയ്യുന്ന, ഇപ്പൊ ചൈനയിലൊക്കെ എല്ലാ ഡാറ്റയും നമ്മൾ സെർച്ച് ചെയ്യുന്നത് അവർക്കറിയാം, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അവർക്കറിയാം, നമ്മൾ വാങ്ങിക്കുന്നത്, നമ്മൾ പോകുന്നത്, നമ്മുടെ മൊത്തം ഡാറ്റ ആരുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് AI പറയുന്നു ഈ സെർച്ചും ഇതൊക്കെ സമയം ഇന്ന ക്രൈം ആ വ്യക്തി ചെയ്യാനുണ്ട് എന്നല്ല. ഇപ്പം നമുക്കറിയാം സാറ്റലൈറ്റിൽ നമ്മൾ എലോൺ മസ്ക് ഒക്കെ ഓൾറെഡി 6000 സാറ്റലൈറ്റ് വിട്ടു കഴിഞ്ഞു, 18,000-ഓളം സാറ്റലൈറ്റ് നമ്മളൊക്കെ ലൈവ് ആർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ക്രൈമിനെ ആര് കൺട്രോൾ ചെയ്യും? AI കൺട്രോൾ ചെയ്യും എന്നുള്ളത്. ക്രൈം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിടിക്കപ്പെടും. ഇപ്പം ചൈനയിലും ഇസ്രായേലും ഒക്കെ ഒരു സെർട്ടൻ ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ബ്ലോക്ക് ആവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് എക്സിറ്റ് ആവുന്നത്, ഇപ്പൊ ഫ്ലൈറ്റിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് പുറത്തു പോകാൻ കഴിയില്ല. ഓപ്പൺ ജയിലുകളാണ് വരാൻ പോകുന്നത്. നമ്മളുടെ പബ്ലിക് ഇപ്പൊ ഇതൊക്കെ വരുമ്പോഴത് എന്താണ്, നമ്മളെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഓരോന്ന് ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള ജയിലുകളൊക്കെയാണ് വരിക. അപ്പൊ അതിനനുസരിച്ചുള്ള ബിഹേവിയറൽ സിസ്റ്റമാണ്. ഈ രീതിയിലുള്ള ജയിലുകളൊന്നും അല്ല വരുന്നത്, ഓപ്പൺ ജയിൽ. ആർക്ക് കാരണം ക്രൈം വരുമ്പോൾ തന്നെ ഇത് പറയും, നിങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്നത് പോയിട്ട് ചെയ്യണം. നമ്മൾ പോയിട്ടില്ലേ, റോബോട്ട് ഓട്ടോമാറ്റിക്കലി ഡ്രോൺ വന്നിട്ട് ആ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആരെയും ഏത് സ്പോട്ടിൽ വെച്ചിട്ടും ഷൂട്ട് ചെയ്യുക. കാരണം നമ്മൾ എവിടെയാണെന്ന് എല്ലാവർക്കും, നമ്മൾ ഒളിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് വരും. അപ്പൊ ക്രൈമുകളെല്ലാം തന്നെ ഇല്ലാത്ത ഒരു സുന്ദരമായ ലോകത്തേക്കാണ്, വളരെ സന്തോഷവും ആരോഗ്യവുമുള്ള ക്രൈമില്ലാത്ത ഒരു സുന്ദരമായ ലോകത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ എടുക്കുന്നതാണ്.